നമസ്കാരം. യോഗനാഥ് ന്യൂസിൽ നിന്ന് എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ പുനലൂർ സോമരാജൻ സാറാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട. പത്തനാപുരം ഗാന്ധി ഭവന്റെ അമരക്കാരനാണ്. സ്വാഗതം സാർ. നമസ്തേ സാർ, എൻ്റെ പതിവ് പോലെ തന്നെ എൻ്റെ ഒരു ആദ്യത്തെ ചോദ്യം ഇതാണ്. സാറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സന്നദ്ധ സേവനം എന്ന് മുതലാണ് തുടങ്ങിയത്? അതിനുള്ളൊരു കാരണം എന്താണ്? ഇത്രയും വലിയൊരു ഏകദേശം 10-20ഓളം ബ്രാഞ്ചുകളോടുകൂടി വളരെ വിപുലമായി നടക്കുന്ന ഒരു സ്ഥാപനമാണ് ഗാന്ധി ഭവൻ. അപ്പോൾ ഇങ്ങനൊരു ആശയം ആദ്യമായി എങ്ങനെ മനസ്സിലേക്ക് വരുന്നു? കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ ബാലഹിംസയ്ക്കും വായനശാല പ്രവർത്തനങ്ങളിലൂടെയാണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ അച്ഛൻ ഗവൺമെൻറ് സർവൻ്റ് ആയിരുന്നു, എന്നാൽ പൊതുപ്രവർത്തകനുമായിരുന്നു. അമ്മ കുട്ടിക്കാലത്ത് തന്നെ മരണപ്പെട്ടു പോയി. അപ്പം അമ്മയെ ഇല്ലാത്തതിൻ്റെ ഒരു വൈഷമ്യം ജീവിതത്തിൽ എന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ എൻ്റെ മനസ്സിലൊരു കാരുണ്യ ആർദ്രത ഉണ്ടായി കാണും. എന്തായാലും ശരി, 2003 ജൂൺ മാസത്തിൽ ഞാൻ ഒരു യാത്രാ വേളയിൽ കാണുന്ന പാറുക്കുട്ടി എന്ന പേരുള്ള ഒരു അമ്മ, 80-85 വയസ്സ് കാണും. അമ്മയ്ക്ക് ആരുമില്ല. ആ അമ്മയെ സ്വീകരിച്ചുകൊണ്ട് ഒരു കുഞ്ഞു വാടക കെട്ടിടത്തിൽ ആദ്യമായിട്ട് ആരംഭിച്ചതാണ് ഗാന്ധി ഭവൻ. പിന്നീട് എനിക്ക് ഈ അമ്മമാരുടെ സ്നേഹം ഞാൻ വളരെ കൊതിച്ചിരുന്നു. പിന്നെ ധാരാളം അമ്മമാർ വന്ന്, പിന്നെ അച്ഛന്മാർ വന്ന്, കുഞ്ഞുങ്ങൾ വന്ന്, പിന്നെ മാനസിക പ്രശ്നമുള്ളവർ വന്ന്, ഭിന്നശേഷിയുള്ളവർ വന്ന്, അംഗപരിമിതമായിട്ടുള്ള ആളുകൾ വന്ന്, അങ്ങനെ അവരെല്ലാം സ്വീകരിച്ച് ഇപ്പം ഒരുപാട് ആളുകളുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു കൂട്ടുകുടുംബമായിട്ട് ഗാന്ധി ഭവൻ മാറി. എനിക്ക് തോന്നുന്നു നമ്മൾ അന്തേവാസി എന്ന് പറയുന്ന വാക്ക് സാർ ഉപയോഗിക്കാറില്ല എന്ന് തോന്നുന്നു. കുടുംബാംഗങ്ങൾ അങ്ങനെ ഒരു ചിന്താഗതി വരാൻ കാരണം അത് ഞാനും അവിടെ തന്നെ താമസിക്കുന്നത്. അപ്പോൾ ഞാനും എൻ്റെ കുടുംബവും ഉണ്ട്. അപ്പോൾ അങ്ങനെ താമസിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെത്തുന്നവരെല്ലാം ഈ കുടുംബത്തിലെ അംഗങ്ങളായി മാറുകയാണ്. അതുപോലെ അവിടെ സേവനം ചെയ്യുന്ന ആളുകൾ ഏതാണ്ട് 250ഓളം സേവന പ്രവർത്തകർ തന്നെ ഉണ്ട്. അവരും കുടുംബാംഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആ കുടുംബാംഗങ്ങളിൽ നിന്നുള്ള, പിന്നെ ഈ അഭയകേന്ദ്രങ്ങളെല്ലാം ഓർഫനേജ് കൺട്രോൾ ബോർഡ് എന്ന അതിൻ്റെ കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഓർഫനേജ് എന്ന് പറയുന്നത് അനാഥാലയം എന്നാണല്ലോ. അതെ അതെ. അപ്പം ഗാന്ധിഭവൻ എങ്ങും അനാഥാലയം എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടില്ല. ഗാന്ധിഭവൻ്റെ ഒരു സ്ഥാപനങ്ങളിലും ഓർഫനേജ് എന്നുള്ള പേര് ഉപയോഗിക്കാറില്ല. അതെ. അപ്പോൾ അത് ശരിക്കും സനാതരാകുക, ആ കാഴ്ചപ്പാടാണ്. അതായത് ഒരു നാഥനുണ്ട് അവർക്ക്. അവർക്ക് അങ്ങനെ ഉണ്ടാകണം, അങ്ങനെ വിചാരിക്കണം അവർ. അതെ. ചിലപ്പം ചിലർക്ക് മകനായി, ചിലർക്ക് അച്ഛനായി, ചിലർക്ക് സഹോദരനായി, അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ സാറിൻ്റെ ആ ഒരു മാനസികമായി തോന്നുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിയത്തില്ല. ഇന്ന് എനിക്ക് ഒരു ജനപ്രതിനിധിയോ MLA-യോ മന്ത്രിയോ ഒക്കെ ആകാനൊരവസരം കിട്ടിയാൽ ഞാൻ ഒരിക്കലും അത് സ്വീകരിക്കത്തില്ല. കാരണം എനിക്ക് കിട്ടുന്ന അത്രയും സന്തോഷം അവർക്ക് ആർക്കും കിട്ടത്തില്ല എന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഇത്രയും ആളുകളുടെ സ്നേഹം. എൻ്റെ അമ്മ നഷ്ടപ്പെട്ടു, ഞാൻ ഒരുപാട് ദുഃഖിച്ചു. പക്ഷേ എനിക്കിപ്പോൾ 100 കണക്കിന് അമ്മമാർ. അതെ. അതുപോലെ തന്നെ എൻ്റെ അച്ഛനും മരണപ്പെട്ടു പോയി. അച്ഛനും അവസാന കാലഘട്ടത്തിൽ ഗാന്ധി ഭവനിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എത്രയോ അച്ഛന്മാർ, എത്രയോ സഹോദരങ്ങൾ, എത്രയോ കുഞ്ഞുങ്ങൾ. ഇപ്പം പ്രസവിച്ച കുഞ്ഞു മുതൽ അവിടെ ഉണ്ട്. അത് ഇപ്പം തന്നെ ഞാൻ 208 പേരെ വിവാഹം കഴിച്ചയച്ചിട്ടുണ്ട്. ഗാന്ധി ഭവനിലെ കുഞ്ഞുങ്ങളും അല്ലാതുള്ളവരും 15 വർഷത്തിനുണ്ടാക്കി. അതിൽ 68 പേര് ആദിവാസികളാണ്. അത് ശരി. അപ്പം എൻ്റെ കുടുംബത്തിൽ ഗാന്ധി ഭവനിൽ എല്ലാ സമൂഹവും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവിടുത്തെ ഒരു പ്രത്യേകത, എല്ലാ വിശ്വാസമുള്ളവരുമുണ്ട്. ഇപ്പം ബ്രാഹ്മണ സമുദായത്തിലെ ഒരമ്മ, ആ അമ്മയുടെ മുറിയിൽ അമ്മയ്ക്ക് കൂട്ടുള്ളത് ഈ ആദിവാസിയിൽ നിന്നും വന്ന ഒരാളാണ്, ഒരു പെൺകുട്ടിയാണ് ആ അമ്മയെ ശുശ്രൂഷിക്കുന്നത്. മതേതരമായ കാഴ്ചപ്പാടാണ്. അപ്പം എല്ലാ മതത്തിൽ വിശ്വസിക്കുന്നവർക്കും അവരുടെ വിശ്വാസം അവിടെ അനുഷ്ഠിക്കാം. അതെ. ഇനി ദൈവമില്ലെന്ന് പറയുന്ന ആളുകളും ഉണ്ട് ഗാന്ധിഭവനിൽ. അവർക്ക് അങ്ങനെയാകാം. അപ്പം നമ്മൾ ഗാന്ധിഭവൻ ഉദ്ദേശിക്കുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഒരു പുതിയ വഴി,
ഉം. അവിടെ വരുന്ന ആരും അന്തേവാസികളോ അല്ലെങ്കിൽ ഞങ്ങൾ അന്യരോ എന്നുള്ള തോന്നലില്ല. നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അവിടെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ വന്നിട്ടുണ്ട്. വന്ന് അദ്ദേഹം എല്ലാവരെയും കണ്ടിട്ട് അദ്ദേഹം അവിടെ സംസാരിച്ചത്, എൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന ദിനമാണെന്ന്. ഞാൻ എൻ്റെ സ്വപ്നത്തിലെ ഇന്ത്യയിൽ നിന്ന് കണ്ടു. അപ്പം ഞാൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്, മിക്ക സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പലയിടത്തും വൈരുദ്ധ്യങ്ങൾ കണ്ട്, ചിലരുടെ തുരുമ കാണാതെ വന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എൻ്റെ സ്വപ്നത്തിലെ നാനാത്വത്തിൽ ഏകത്വമാർന്നൊരു ഇന്ത്യ എനിക്ക് കണ്ടു. കാരണം ഇവിടെ എല്ലാവരും സന്തോഷമായിരിക്കുന്നു, ഇവിടെ സാമുദായികമായ വേർതിരിവില്ല, കക്ഷിഭേദങ്ങളില്ല. അങ്ങനൊരു ഇന്ത്യയെ കാണാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും പുണ്യവുമാണെന്ന് അദ്ദേഹം അവിടെ സംസാരിച്ചു. അതെ സർ, നമ്മുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു കാര്യം ഒരു പക്ഷേ ഈ കേൾക്കുന്നവർ പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരു നന്മയുണ്ടെങ്കിൽ നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ഈ പറയുന്ന മതത്തിൻ്റെയോ ജാതിയുടെയോ ഒക്കെ വേലിക്കെട്ടുകൾ അക്ഷരാർത്ഥത്തിൽ വെറുതെയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. സത്യമാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ഒരു വേലിക്കെട്ടിൻ്റെ ആവശ്യമില്ല. നമ്മളെ ആരും നയിക്കണ്ട. നമ്മൾ സ്വയം നിൽക്കുമ്പോൾ നമ്മളെ ചേർത്ത് പിടിച്ചാൽ മാത്രം മതി. അതെ, ഈ സമൂഹം ചെയ്യേണ്ടത് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അപ്പം അത് കൊണ്ടാകാതെ വരുമ്പോഴാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത്. ഇപ്പം ഈ കുടുംബങ്ങളുടെ തകർച്ച എന്താ? ചേർത്ത് പിടിക്കില്ല. സ്വന്തം മാതാപിതാക്കളെ തെരുവിൽ വലിച്ചെറിയുന്നൊരവസ്ഥ വളരെ കൂടുതലല്ലേ. ഇന്ന് ഉച്ചയ്ക്ക് ഒരമ്മ നമുക്ക് നടക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. 2 മക്കളാണ്, രണ്ടും രണ്ടിടങ്ങളിൽ താമസിക്കുക, നല്ല നിലയിൽ താമസിക്കുക. മക്കളുടെ സ്നേഹം കിട്ടുന്നില്ല. ആ അമ്മ എൻ്റെ ഒക്കെ വന്നത്, എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നാൽ എന്നെ സ്വീകരിക്കുമോ, ഞാനിനി പോരട്ടോ. ഞാൻ പറഞ്ഞു പിടിച്ചു നിൽക്ക്. അമ്മ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്ത് മക്കളുമായിട്ടൊക്കെ യോജിച്ച് എനിക്ക് നിവൃത്തിയില്ലാതെ വന്നാൽ അമ്മയ്ക്ക് ഇവിടെ ഒരു ഇടമുണ്ട്. ആ അമ്മ എൻ്റെ പറഞ്ഞത്, ഞാൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തേക്കും. അത് ഗാന്ധിഭവനി വന്നിട്ട് എന്നെ മോനെ എന്നാണ് വിളിച്ചത്, മോൻ്റെ ഒരു അഭിപ്രായം കേട്ടിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു ഒരിക്കലും അമ്മ വിഷമിക്കരുത്. അപ്പോൾ 2 മക്കൾ ഭർത്താവ് വളരെ നേരത്തെ മരിച്ചുപോയി. 2 മക്കളെ വളർത്തി പഠിപ്പിച്ച് കഷ്ടപ്പെട്ടു. ഭർത്താവ് പോലീസിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പെൻഷൻ അമ്മയ്ക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ കൊണ്ട് കഴിയുമ്പോഴും അമ്മയ്ക്ക് സന്തോഷമില്ല. കാരണം മക്കൾ തിരക്കിലാണ്. എങ്കിലും ഈ മക്കൾക്കോ ചെറുമക്കൾക്കോ പണ്ടത്തെ ആളുകളെ പോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. അതൊന്നും നമ്മുടെ നാട്ടിലൊരു വലിയ വൈഷമ്യമായി മാറുന്നു. സ്നേഹിക്കാൻ കഴിയാതെ പോകുന്ന ഒരു തലമുറയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ അടക്കമുള്ള ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സ്നേഹമുണ്ട്, പക്ഷേ എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതെ, ഈ ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്നേഹം ഉള്ളിലേ ആവും, അതെ, അത് പ്രകടിപ്പിക്കുന്നത്. ശരിക്കും അത് മണ്ടത്തരമല്ലേ? തീർച്ചയായിട്ടും. ഈ സ്നേഹമെന്നുള്ളത് നമ്മൾ മറ്റൊരാളുടെ മനസ്സിലാക്കി കൊടുക്കുന്ന പ്രകടിപ്പിച്ചുകൊണ്ടല്ലേ. കപട സ്നേഹം കാണിക്കാം, പക്ഷേ അതല്ല. നമുക്ക് യഥാർത്ഥമായിട്ട് നമ്മൾ തമ്മിലുള്ളൊരു സ്നേഹം പങ്കിടുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹം. അത് നമ്മുടെ മുഖത്ത് നമുക്കത് അറിയാൻ പറ്റും. അതെ. അപ്പം സ്നേഹിക്കുക, ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക. അപ്പം ജീവിതത്തിൽ സന്തോഷം കിട്ടും. അമ്മയും അച്ഛനെയും ഉപേക്ഷിച്ചിട്ട് സന്തോഷിച്ച് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. നമ്മുടെ സഹോദരങ്ങൾ, ഇപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, പഴയ കാലത്തേക്കാൾ മാനസികമായ സുസ്ഥിരത ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചെറിയൊരു വിഷമം ഉണ്ടായാലും വല്ലാതെ വിഷമിക്കും, മനസ്സ് തകരും, മാനസിക രോഗികളായി മാറുന്നുണ്ട്. ഇപ്പം ആത്മഹത്യ ചെയ്യുന്ന എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഡോക്ടർമാർ ആത്മഹത്യ ചെയ്യുന്നു. അതെ. അപ്പോൾ എന്താ, ഒരു ഡോക്ടർക്ക് ജീവിക്കണമെങ്കിൽ ആ പ്രൊഫഷൻ ധാരാളം പോരെ? അതെ. അപ്പോൾ ഇത് നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ സുസ്ഥിരത നഷ്ടപ്പെടുന്നു. അതിൻ്റെ കാരണം എന്താ? നമ്മളിൽ സ്നേഹം നഷ്ടപ്പെടുന്നു, നമ്മൾ സ്വാർത്ഥരാകുന്നു, നമുക്ക് ഹൃദയം തുറന്ന് ഒരാളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, ഒന്ന് നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ സമൂഹത്തിലുള്ളതുപോലെ നമുക്കൊരാളുടെ ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല, കേൾക്കാൻ കഴിയുന്നില്ല. അതാണ് ഇപ്പം ചില ആളുകൾ എന്നെ വിളിക്കും. എനിക്ക് കുറച്ച് യാത്രയും തിരക്കുമൊക്കെ ഉണ്ട്, എങ്കിൽ പോലും എന്നെ വിളിച്ചിട്ട് പറയും, എനിക്കൊരു സമയം തരണം,
നമുക്ക് അരമണിക്കൂർ ഒന്ന് സംസാരിക്കണം. ഞാൻ സമയം കൊടുക്കും, വരാൻ പറയും. അരമണിക്കൂറോ 1 മണിക്കൂർ സംസാരിക്കും. പിന്നെ ഞാനൊരു കാര്യം ശീലിച്ചിരുന്നത്, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ എഴുത്തുകുത്തു ജോലികൾ ചെയ്യും, അതിൻ്റെ കൂട്ടത്തിൽ ഫോൺ എടുക്കും, മറുപടി കൊടുക്കും. ഞാൻ ശീലമാക്കി. പക്ഷെ ഞാൻ എല്ലാം കേട്ട് ഇരിക്കും. കേട്ട് കഴിഞ്ഞ് എല്ലാം ആശ്വാസം എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്ത് പോകാൻ നേരത്ത് പറയും, ഞാൻ വലിയ ഒരു സംതൃപ്തിയോടെ പോവുക, എനിക്ക് ഇനിയും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തെന്ന് വെച്ചാൽ കേൾക്കാൻ ആളില്ല. നമ്മുടെ ഉള്ളിലെ വേദനകൾ പറയുമ്പോൾ അതിനെ കേൾക്കാൻ ആളില്ല. പിന്നെ വേറെയും ചിലത് കണ്ടിട്ടുണ്ട്. എന്തോന്നറിയോ, ചില ആളുകളുടെ പ്രയാസം പറയാൻ തുടങ്ങിയാൽ അവർ ഭാര്യ ഭർത്താവ് പിണക്കമായിരിക്കും. കല്യാണം കഴിച്ച 40 വർഷത്തിന് മുമ്പുള്ള ആ ഡേറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അന്നത്തെ കഥയിൽ നിന്ന് തുടങ്ങും. ഈ പ്രസന്റ് സമയത്ത് അവർക്ക് വരാൻ കഴിയത്തില്ല, പറഞ്ഞു തീരത്തില്ല. അതൊക്കെ ഈ മനുഷ്യന്റെ മനസ്സിലുണ്ടായിട്ടുള്ള ചിലപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മുറിവുകൾ ഉണ്ടാവും. ആ കഥകളിങ്ങനെ വീണ്ടും. അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ തോന്നിയിട്ടുള്ളത്, നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം ദാരിദ്ര്യം. ഇന്ന് ഏറെക്കുറെ ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾ മുക്തി നേടിയിട്ടുണ്ട്. എന്തായാലും ശരി, ഇന്ന് ആഹാരം, ചെറിയൊരു വരുമാനവും ആഹാരമൊക്കെ കിട്ടും, അല്ലെങ്കിൽ പുറത്തു പോയി ധാരാളം പണം നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. പക്ഷേ ഇന്ന് ആ ദാരിദ്ര്യ ദുഃഖത്തിനേക്കാൾ നമുക്ക് പ്രയാസം ഏകാന്തതയുടെ ദുഃഖവും, അതെ, മനുഷ്യനുമായിട്ടുള്ള അകൽച്ചയിൽ ഉണ്ടാകുന്ന ദുഃഖവും, മറ്റൊരാളിനെ കേൾക്കാൻ നമുക്ക് തയ്യാറായില്ല. നമ്മളെല്ലാം വിചാരിക്കുന്നു ഏറ്റവും വലിയ ആൾ നമ്മളാണ് എന്നുള്ള ഭാവം. അധികാരത്തോടും സമ്പത്തിനോടും അമിതമായ ആർത്തി. എന്നാൽ പിന്നെ അതൊന്നും ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട്. ഇപ്പം ഉദാഹരണം, ഈ നിങ്ങളുടെയൊക്കെ ചീഫ് ശ്രീ സൗത്ത് ഇന്ത്യൻ വിനോദ്, അദ്ദേഹം വളരെ സന്തോഷവാനായിട്ടാണ് കാണുന്നത്. എനിക്ക് വർഷങ്ങളായി അറിയാം. അദ്ദേഹം സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ട്. അതിലൊരു നല്ല അംശം, അദ്ദേഹം പാവപ്പെട്ടവരെ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ചേർത്ത് പിടിക്കുന്നു. അതെ. അപ്പം ശ്രീ MA യൂസുഫ് അലി ഇപ്പം ഗാന്ധിഭവൻ സഹായിക്കുന്നു. ഗാന്ധിഭവന് ആ ഒരു ബന്ധത്തിലേക്ക് ഞാൻ വരാനിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് അദ്ദേഹം അന്വേഷിച്ചു വന്നതാണ്. അദ്ദേഹം അന്വേഷിച്ച് തരാൻ കാരണം, TK നായർ സാറ്, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന TK നായർ സാറ് ട്രിവാൻഡ്രത്താണ്, ഇപ്പം റിട്ടയർ ചെയ്ത് ഉണ്ട്. അദ്ദേഹം ഗാന്ധിഭവനിൽ ആദ്യം വരുന്നത്, അദ്ദേഹം പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് ആദ്യം ഗാന്ധിഭവൻ വരുന്നത്. പുള്ളിക്കത് കണ്ട് ഭയങ്കരമായൊരു വലിയൊരു, എന്നെ അദ്ദേഹം വന്ന് ചേർത്ത് പിടിച്ചു. അദ്ദേഹം പിന്നീട് എപ്പോഴും ഗാന്ധിഭവനെ പറ്റി പറയും, സഹായിച്ചിട്ടുണ്ട്, വിളിക്കാറുണ്ട്. അങ്ങനെ യൂസുഫ് അലി അവരൊക്കെ കാണുമ്പോൾ അദ്ദേഹം ചോദിച്ചു, ഗാന്ധിഭവൻ എന്നൊരു സ്ഥാപനമുണ്ട്, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല, എന്നാലുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ അധിവസിക്കുന്നൊരു ഭവനമാണ്, പത്തനാപുരത്താണ്, കൊല്ലം ജില്ലയിൽ. അതുകൊണ്ട് യൂസുഫ് അലി പറ്റുമെങ്കിൽ പോകണം. ഇവർ തങ്ങളിൽ വലിയൊരു ആത്മബന്ധമുണ്ട്. യൂസുഫ് അലി സാറും TK നായർ സാറും ജ്യേഷ്ഠാനുജ ബന്ധമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് യൂസുഫ് അലി സാറ് അത് ശ്രദ്ധയിൽ വെച്ച് ഒരു ദിവസം വന്നപ്പോൾ എന്തൊക്കെ പറഞ്ഞു, ഞാൻ 2 വർഷക്കാലം നിങ്ങളെ നിരീക്ഷിച്ച് അതിന് ശേഷമാണ് ഞാൻ വന്നത്. അങ്ങനെ അദ്ദേഹം വരികയും ആളുകളെ കാണുകയും, അദ്ദേഹം സാമ്പത്തികമായി പ്രയാസം വരുമ്പോഴൊക്കെ എന്ത് പ്രയാസം വന്നാലും പറയണമെന്ന് പറയും. ഞങ്ങളത് പറയാറില്ല, എങ്കിലും അദ്ദേഹം ഒരു വർഷം 1 കോടി രൂപ ഗ്രാൻഡ് തരുന്നുണ്ട്. അമ്മമാർക്ക് വേണ്ടി ഒരു കെട്ടിടം 15 കോടി രൂപ ചെയ്തിട്ടുണ്ട്. 5 കോടി രൂപ ഞങ്ങളുടെ കയ്യിൽ തന്നു. DD ആയിട്ട് റാപ്റ്റായിട്ടാണ് തന്നെ. അപ്പോൾ അത് തിരിച്ചു കൊടുത്തിട്ട് കെട്ടിടം പണി എന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തന്നെ അമ്മമാർക്കൊരു കെട്ടിടം പണിയുന്നത് 15 കോടി രൂപ ചെലവഴിച്ച് എല്ലാ സൗകര്യങ്ങളോടും കൂടി അത് തന്നു. ഇപ്പോൾ അദ്ദേഹം വീണ്ടും അച്ഛന്മാർക്ക് വേണ്ടിയിട്ടൊരു കെട്ടിടം കൂടെ, അതിപ്പോൾ 20 കോടിയുടെ ചിലവിലാണ്. അപ്പോൾ അത് ഗാന്ധിഭവനെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിഭവന് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരം. കാരണം അദ്ദേഹം ഗാന്ധിഭവനെ നല്ലപോലെ പഠിച്ചു. നമുക്ക് പൈസ വേണ്ട, പൈസ ആഗ്രഹിക്കുന്നില്ല, ഈ വരുന്നവർക്ക് നല്ല സൗകര്യങ്ങൾ തരിക.
പിന്നെ ഗാന്ധിയുടെ ഒരു പ്രത്യേകത, ഒരിടത്തും പോയി പണം പിരിക്കുന്നില്ല. ഉം. അപ്പം യഥാർത്ഥത്തിൽ ഈ ഭക്തി മാർഗം ഉപയോഗിക്കാതെ അതെ അതെ സാധാരണ നിലയിൽ പുറത്തു നിന്നും പണം സ്വീകരിക്കാതെ അവിടെ വന്ന് തരുന്നവരുടെ പണം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആ പ്രസ്ഥാനത്തിനെ ഈ കഴിഞ്ഞ ആഴ്ച വന്ന ആൾ അടുത്ത ആഴ്ച വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഇടത്തിലേക്ക് മാറ്റിയെടുക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിരിക്കും. പ്രത്യേകിച്ച് സാറ്. ഞാൻ എപ്പോഴും ഹാപ്പിയാണ്. എനിക്ക് ഒരുപാട് ഞാൻ പ്രതിബന്ധങ്ങളെ ജീവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ത്യയിൽ ഒരു സ്ഥാപനത്തിന് ഇത്രയും പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നു കാണത്തില്ല. കാരണം അത് മതേതര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചു, ഒന്നിനും വഴങ്ങാത്ത തരത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ സുരക്ഷ, ഇവിടെ വരുന്നവരുടെ സന്തോഷം മാത്രം നോക്കിപ്പോയി. അതുകൊണ്ട് ഇന്ന് ഈ സ്ഥാപനം ലോകം അംഗീകരിക്കുന്ന തരത്തിലേക്ക് മാറി. അനുഭവിച്ച പീഡനങ്ങളൊക്കെ എനിക്ക് കിട്ടിയ പാഠങ്ങളായി കണ്ട, എന്നെ ബുദ്ധിമുട്ടിപ്പിച്ച, എന്നെ പ്രയാസപ്പെടുത്തിയ, എനിക്കെതിരെ പ്രവർത്തിച്ച് എനിക്കെതിരെ കേസുകളുണ്ടാക്കി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച ഒരു സംഭവം എന്താണ്? അത് പല വിധത്തിലുമുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വ്യാജമായ കേസിലുണ്ടാകുകയും ജാമ്യം കിട്ടാത്ത വിധത്തിൽ ഉള്ള കേസൊക്കെ ഉണ്ടായി. പക്ഷെ അതൊന്നും എന്നെ ബാധിച്ചില്ല. അതെല്ലാം തരണം ചെയ്ത് ഞാൻ പോയി. അങ്ങനെ പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും നമുക്ക് സത്യത്തിന് കീഴടക്കാൻ കഴിഞ്ഞില്ല. പ്രയാസപ്പെട്ടെങ്കിലും ആ പ്രയാസപ്പെടുത്തിയവരൊക്കെ ഇന്ന് എൻ്റെ സുഹൃത്തുക്കളായി മാറി. കാരണം പിന്നീട് അവർക്കൊക്കെ പ്രയാസം ഉണ്ടായപ്പോൾ ഞാൻ അവരടുത്ത് എന്ന്. അപ്പം അതുകൊണ്ട് ഇന്ന് ഗാന്ധിഭവന് ശത്രുക്കളില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും വളർച്ചയ്ക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാവണം. ആ പ്രതിബന്ധങ്ങളെ നമ്മൾ അതിജീവിക്കണം. അത് ഗാന്ധിഭവൻ നയമുണ്ട്. പേരിലേക്ക് എത്തിയത് സത്യത്തിൽ എൻ്റെ മനസ്സിൽ മതേതര കാഴ്ചപ്പാടുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായത്. അത് ശ്രീനാരായണ ഗുരുവിൻ്റെ മനസ്സിലൊരു മാതൃകയാണ്. യേശുക്രിസ്തു എൻ്റെ ഒരു മാതൃകയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരുടെ സുഖത്തിനായി വരണമെന്നുള്ള കാഴ്ചപ്പാട്, പിന്നെ സർവ്വമത സാരവും ഏകം, ഈ കാഴ്ചപ്പാടുകളൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. ഞാൻ ഗുരുവിനെ കാണുന്ന ഗുരു പരമശിവനെ പോലെയോ ശ്രീകൃഷ്ണനെ പോലെയോ രാമനെ പോലെയുള്ള ഒരു ദൈവം ആയിട്ടല്ല ഞാൻ കാണുന്നത്. ദൈവികമായ എല്ലാ നന്മകളും ഗുണങ്ങളുമുള്ള ഒരു മഹാമനുഷ്യനായിട്ടാണ് കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കൃതികൾ തന്നെ അതാണ്, ഗുരുദേവൻ്റെ കൃതികൾ. അപ്പോൾ എനിക്ക് ഗുരുദേവൻ്റെ കാഴ്ചപ്പാട്ടോടുകൂടി സ്ഥാപനമെന്നായിരുന്നു എൻ്റെ സങ്കല്പം. ഞാൻ കുറേ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി, ലോകം മൊത്തം അംഗീകരിക്കുന്നത് ഗാന്ധിജിയാണ്. അപ്പം നമ്മൾ പതുക്കെ ഗാന്ധിജിയെ മറക്കുന്നെങ്കിൽ പോലും ഗാന്ധിജിയുടെ അഹിംസ, ഇതെല്ലാം ഗുരുവിൻ്റെ ദർശനങ്ങളെല്ലാം ഗാന്ധിജിയിലുണ്ട്. അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ പേര് തന്നെ ആയിരിക്കട്ടെ എന്ന് കരുതി. പക്ഷേ യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ മതേതര കാഴ്ചപ്പാടാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു പീഡ ഉറമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ, ആ അനുകമ്പ ഗാന്ധിഭവൻ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഗാന്ധിയുടെ അഹിംസയും. അപ്പം പ്രതിബന്ധങ്ങളുണ്ടായപ്പോഴും ഈ ദ്രോഹം ചെയ്തവരെ, ബുദ്ധിമുട്ടിച്ചവരെ, നാശനഷ്ടം വരുത്തിയവരെ, അവർക്ക് നന്മ ഉണ്ടാകണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അപ്പം ശ്രീനാരായണ ഗുരു ഒരിക്കൽ സഹോദരൻ അയ്യപ്പനോട് പറഞ്ഞു, അയ്യപ്പ, ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കുക. ആ ഒരു ക്ഷമ പുലർത്തി. അത് എൻ്റെ വിജയമായിട്ട് മാറി. അപ്പോൾ ഞാൻ എൻ്റെ ശത്രുവിനെ തകർക്കാൻ ഞാൻ പോയിരുന്നെങ്കിൽ എൻ്റെ മനസ്സും എൻ്റെ കർമ്മവും അതിന് മാത്രമായി പോയനെ. ഞാനത് മനസ്സിലെടുക്കാതെ വളരെ കൃത്യമായി പ്രവർത്തിക്കുക, നിയമപരമായി പ്രവർത്തിക്കുക, ശുചിത്വം ഏറ്റവും വലിയ ഗാന്ധിഭവന് കിട്ടുന്ന ഏറ്റവും വലിയ പെരുമ ശുചിത്വ പരിപാലനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അത്രയധികം രോഗികളുണ്ട്, 200ഓളം കിടപ്പ് രോഗികളുണ്ട്, 300 മാനസിക രോഗികളുണ്ട്, 300ഓളം. അങ്ങനെ ഓരോ ഇനത്തിലുമുണ്ട്. കുട്ടികൾ ഇപ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്ന അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു മോള്, അവളിപ്പം ലണ്ടനിൽ പോകുന്നു. അവൾ BSc നഴ്സിംഗ് പാസ്സായി, OET പാസ്സായി,
അവർക്ക് അവിടെ ഗവൺമെൻറ് സർവീസ് തന്നെ ജോലിയായി അടുത്ത മാസം പോകുന്നു. ശരി, വലിയ ഭയങ്കര എന്താ പറയുക, നമ്മുടെ മനസ്സിനൊക്കെ സന്തോഷം ഉണ്ടാകുന്ന അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. അപ്പം ഇത് സാധ്യമാകുന്നത് ഗാന്ധിജിയുടെ പേര് വെച്ചു. അപ്പോൾ ഗാന്ധിജിയുടെ പേര് വയ്ക്കുമ്പോൾ നമ്മൾ ആ പേര് നിലനിർത്തണ്ടേ? അതെ, തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഒരു രീതി വന്ന് പിന്നെ എൻ്റെ കൂടെ ഒരുപാട് നല്ല പ്രവർത്തകർ വന്നിരുന്നു. അവർ ഇപ്പം ഗാന്ധിഭവൻ തുടങ്ങിയ കാലത്ത് കുട്ടികളായി വന്നവരൊക്കെ ഇപ്പം മുതിർന്നവരായി അതിൻ്റെ നേതൃത്വ നിലയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ എല്ലാം ഇപ്പം 2 MLA-മാർ 2 കാലങ്ങളിലായി 2 MLA-മാരെ അവസാനമാണ് ഗാന്ധിഭവനം നോക്കിയത്. ഇപ്പം നമ്മുടെ നാടൻ TP മാധവൻ ചേട്ടനുണ്ട്, 12 വർഷമായിട്ട് ഇപ്പോൾ അവിടെ ഉണ്ട്. അതെ, അങ്ങനെ പല രംഗത്തുമുള്ള കലാകാരന്മാരായാലും ഉന്നതരായാലും വലിയ സമ്പന്നരായിരുന്നവരായാലും വ്യവസായികളായിരുന്നവരായാലും ഒന്നുമില്ലാത്തവരായാലും എല്ലാവരും ഒരേ മനസ്സോടുകൂടി എല്ലാവരും ഒരേപോലെ കഴിയുന്നു. ഇതിൽ അങ്ങയുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അമ്മയ്ക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അച്ഛന് ഒരിക്കലും ഉണ്ടാകരുത് എന്ന് ചിന്തിച്ചു പോയ എന്തെങ്കിലും ഒരു സംഭവം അങ്ങയുടെ മനസ്സിലുണ്ടോ? അത് ഒരു സംഭവം, ഒരിക്കലൊരു വിലപിടിപ്പുള്ള കാറിലൊരു യുവാവ് ഗാന്ധിഭവൻ്റെ മുറ്റത്ത് വരുന്നു. ഒരമ്മ അതിൽ നിന്ന് പിടിച്ചിറക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഞങ്ങൾ വരുന്ന വഴിക്ക് റോഡിൽ ഈ അവശയായി കണ്ടതാണ്, ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിനെ നമ്മൾ അഭിനന്ദിച്ചു. അദ്ദേഹം പോയി ഈ അമ്മയ്ക്ക് അവിടുത്തെ ഡോക്ടർമാർ ചികിത്സ മരുന്നൊക്കെ കൊടുത്തു, നല്ല ആഹാരമൊക്കെ കൊടുത്തു. വൈകുന്നേരത്തായപ്പം ചോദിച്ചു, എൻ്റെ മോൻ പോയോ? അപ്പം വളരെ വിലപിടിപ്പുള്ള കാറിൽ ആ മകൻ കൊണ്ടുവന്ന് ആ അമ്മയെ ഉപേക്ഷിക്കുകയായിരുന്നു. അപ്പോൾ അതെന്നെ വളരെ വേദനിപ്പിച്ചൊരു സംഭവമാണ്. പിന്നെ എനിക്ക് വലിയ ദുഃഖം ഉണ്ടായൊരു കാര്യം, എനിക്കൊരു കത്ത്, ആ കത്ത് അയച്ചത് വളരെ പ്രമുഖനായിരുന്ന ഒരാളാണ്, വലിയ സമ്പന്നനായിരുന്നു. അദ്ദേഹം എഴുതി, എനിക്ക് എൻ്റെ വീട്ടിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, എനിക്കൊരുപാട് സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം എല്ലാവർക്കുമായിട്ട് കൊടുത്തു, സമൂഹത്തിൽ ഞാൻ അറിയപ്പെടുന്ന ഒരാളാണ്, എനിക്ക് അവിടെ വന്ന് ഗാന്ധിഭവനിൽ വന്ന് കുറച്ച് നാൾ സേവനം ചെയ്യാൻ ആഗ്രഹമുണ്ട്. 70 വയസ്സ് കഴിഞ്ഞു. എനിക്ക് ആ കത്തയച്ച്, അങ്ങ് സമയം കിട്ടുന്നെങ്കിൽ ഈ നമ്പറിൽ വിളിക്കണം. അപ്പം ഞാൻ ഒരാഴ്ചക്കാല യാത്രയിലായിരുന്നു. ഞാൻ ഈ കത്തെല്ലാം പൊട്ടിച്ച് ഒരാഴ്ച കഴിഞ്ഞ് വായിച്ചിട്ട് ആ നമ്പറിൽ വിളിച്ചപ്പം പറഞ്ഞ് 2 ദിവസം മുമ്പ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അപ്പോൾ അതെനിക്കൊരു വലിയ സങ്കടമായിട്ട്, കാരണം എല്ലാം ഉണ്ടായിട്ടും വീട്ടിൽ അസ്വാസ്ഥ്യമാണ്. അപ്പോൾ അദ്ദേഹം ഒരു മോചനം, ഈ കത്ത് കിട്ടിയാലുടൻ തന്നെ എന്നെ വിളിക്കണമെന്ന്. പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല. അത് എൻ്റെ മനസ്സിലൊരു പ്രയാസമായിട്ടുണ്ട്. ഒരു പക്ഷേ ഈ സാറിൻ്റെ പല കഥകൾ, ഇപ്പം 2 കഥകൾ പറഞ്ഞു, പലതും കേൾക്കുമ്പോൾ എനിക്ക് ചെറിയൊരു മനസ്സിൽ എവിടെയോ അത് കൊള്ളുന്നുണ്ട്. സാറ് പറഞ്ഞ അമ്മയുടെ കഥ, അല്ല അമ്മയ്ക്കുണ്ടായ കഥയാന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ എനിക്കത് കേൾക്കുമ്പോൾ അത് കഥയായിട്ട് തോന്നുന്നില്ല. അത് ഫേസ് ചെയ്ത സാറിൻ്റെ ഒരു അവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥയുണ്ട്. അതുപോലെ 12 വയസ്സിൽ അമ്മയായ ഒരു പെൺകുട്ടിയെ സഹോദരൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചതിന് അവരെയൊക്കെ സ്വീകരിച്ചു. അതുപോലെ ഒരു 3.5 അടി മാത്രം പൊക്കമുള്ളൊരു പെൺ, ബുദ്ധിമാന്യമുണ്ട്, ഒരാൾ ഗർഭിണിയാക്കി. അയാളെ ജയിലിലാണ്. ആ ഗർഭിണിയെ ഗാന്ധിഭവനിൽ കൊണ്ടുവന്ന് കോടതിയാണ് വിട്ടത്. അത് പ്രസവിക്കുന്നത് വളരെ ഡിഫിക്കൽറ്റി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ഏതാണ്ട് 6 മാസക്കാലം തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ SIT ആശുപത്രിയിൽ താമസിപ്പിച്ച് പ്രസവിച്ച്. ഇപ്പം ആ മോളുണ്ട്, അവളിപ്പം 4ാം ക്ലാസ്സിലായി, അമ്മയേക്കാൾ വലുതായി അവൾ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ ഒരു അപജയത്തിൻ്റെ കഥയാണ് എനിക്ക് മനസ്സിലേക്ക് വരുന്നത്. സത്യത്തിൽ കേരള സമൂഹം അത്രത്തോളം ഒരു തരംതാണ് പോയോ, നമ്മുടെ മനുഷ്യൻ അധമമാകുന്നു.
അതെ, മനുഷ്യൻ്റെ മനസ്സിൽ അധമത്വം. ONV കുറുപ്പ് സാറിൻ്റെ ഒരു കവിതയ്ക്കകത്ത് വാഴുക പുലികളായി സിംഹങ്ങളായി മർത്യരാവുക മാത്രം വയ്യ. അതെ, ആ നിലയിലേക്ക് മനുഷ്യൻ മാറുന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ നന്മ കൂടിയിട്ടുണ്ട്. പണ്ടുള്ളതിനേക്കാൾ നന്മയുള്ള ആളുകൾ അവർ ചെയ്യുന്നുണ്ട്. അതെ, പല സംരംഭകരും ഇന്ന് അവരുടെ വരുമാനത്തിൻ്റെ ഒരു അംശം ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാറ്റിവെക്കുന്ന ഒരവസ്ഥ ഇന്ന് വർദ്ധിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇത്തരം തിന്മകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ആ കുഴപ്പങ്ങളുണ്ടാകുന്നു? ഒന്ന്, നമ്മുടെ കാലത്ത് വരുന്ന വ്യതിയാനങ്ങളാണോ, മാനസികമായ നമ്മുടെ വ്യതിയാനങ്ങളാണോ? അത് ശാസ്ത്രീയ പഠനം നടത്തണം. മനുഷ്യൻ ദുർബലരാകുന്ന എന്താണ്? അതെ, അങ്ങനെയുണ്ട്. നമുക്ക് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീ 3 അടി മാത്രം ഉയരമുള്ള ഒരു പെൺകുട്ടിയോട് പെരുമാറുക, അല്ലെങ്കിൽ സഹോദരിയോട് ഇങ്ങനെ ഒരു അടുപ്പം തോന്നുക, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയിലേക്ക്, അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് സമൂഹം മാറുന്നത്. നമ്മൾ അതിന് എന്താണ് ശാസ്ത്ര പഠനം, പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിലും മനുഷ്യ സ്നേഹവും കൂടെ. ഇപ്പം നമ്മൾ മനുഷ്യനാകാനല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. അതെ, അതെ, നമ്മൾ വലിയ വലിയ ആളുകളാകാനും വലിയ നേട്ടങ്ങളുണ്ടാക്കാനും പണം ഉണ്ടാക്കാനും ഉദ്യോഗസ്ഥനാകാനും പഠിക്കുന്നു. മനുഷ്യത്വം പഠിക്കുന്നില്ല. അതെ, പണ്ടത്തെ പോലെ വായനയില്ല, വിശാലമായ വായനയില്ല. നമ്മളൊക്കെ എൻ്റെ പ്രായക്കാരൊക്കെ അക്കാലത്ത് വായനശാലകളെ നല്ലതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. അതെ, ഇന്ന് വായനശാലകൾ കൂടിയിട്ടുണ്ട്, പുസ്തക പ്രകാശനവും കൂടിയിട്ടുണ്ട്. പക്ഷേ വായന കുറഞ്ഞ്, വായിക്കാൻ ആളില്ല. ഈ വായിക്കുമ്പോൾ കിട്ടുന്നൊരു അനുഭവം അത് വേറെയാണ്. നമ്മളൊരു സിനിമ കണ്ടു രസിച്ചു ആസ്വദിച്ചു, അത് കഴിഞ്ഞു. പക്ഷെ വായനയ്ക്കൊരു വല്ലാത്ത അനുഭവമുണ്ട്. ആ അനുഭവം ഇന്ന് പുതിയ തലമുറ അതിലേക്ക് പോകുന്നില്ല. ഒരു പക്ഷേ നമ്മുടെ അങ്ങപ്പോൾ ഒരു ലഹരി വിമുക്ത കേന്ദ്രം കൂടി ഗാന്ധി ഭവന്റെ നേതൃത്വം നടക്കുന്നുണ്ട്. നമ്മുടെ സമൂഹം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ലഹരിയുടെ പിന്നാലെയുള്ള യാത്രയായി മാറിക്കഴിഞ്ഞു. ഇന്ന് നമുക്ക് പണ്ട് മദ്യപാനികളായിരുന്നു നമ്മൾ കാണുന്നത്. ഇന്ന് അത് മാറിയിട്ട് ആ ഭാഗത്തേക്ക് മറ്റ് ലഹരി സിന്തറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ബ്രൗൺ ഷുഗർ പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ അവസ്ഥയിലുള്ള ലഹരിയിലേക്ക് നമ്മൾ പോകുന്നു. അത് തലച്ചോറിന് നമ്മളെ ഭ്രാന്തമാക്കുകയാണ്. അത് വളരെ കൂടുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഗാന്ധി ഭവൻ്റെ നേതൃത്വം നടക്കുന്ന ലഹരി ചികിത്സാ കേന്ദ്രത്തിൽ 45 പേരെ ഒരു മാസം കിടത്തി, ഒരു മാസ ചികിത്സയാണ്. അത് ഈ വളരെ പ്രായം കുറഞ്ഞവരെയും കൊണ്ടുവരുന്നുണ്ട്. പണ്ട് നമ്മൾ കാണുന്നത് പ്രായം കൂടിയ ആളുകളായിരുന്നു. അവർ മദ്യപാനമായിരുന്നു. ഫാമിലിയെ ഇല്ലാതാക്കി അങ്ങനെ. ഇന്ന് അതിനേക്കാൾ ഗുരുതരമായ ഈ ആധുനികമായ മയക്കുമരുന്നുകളിലേക്ക് മനുഷ്യ സമൂഹം മാറുന്നതും വലിയൊരു അപകടമാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ മോറൽ ആയിട്ടുള്ളത്. പിന്നെ കുടുംബങ്ങളിലെ അസ്വസ്ഥതയുണ്ട്. ഈ കുടുംബങ്ങളിൽ സ്നേഹം കുറഞ്ഞപ്പോഴേക്ക് കൂട്ടുകുടുംബമില്ല. അതൊക്കെ പുതിയ തലമുറയെ ബാധിച്ചിട്ടുണ്ടാകും. ഒരുപക്ഷെ അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാം കൂടെ ചേർന്നിട്ട് വരുമ്പോൾ ചില അപ്പൂപ്പന്മാർക്ക് പറയുന്ന അമ്മൂമ്മ കഥകൾ, മുത്തശ്ശി കഥകൾ നമുക്ക് പണ്ട് ഒരുപാട് കേട്ട് വളർന്നിട്ടുണ്ട്. ഇന്ന് പക്ഷെ അതൊക്കെ അത്തരത്തിലുള്ള കഥകളില്ല. ആ കഥകളിൽ ഒരുപാട് മൊറാലിറ്റി ഉള്ള കഥകളുണ്ടായിരുന്നു. ഇന്നത് ഇല്ല. പിന്നെ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നില്ല, ഹൃദയം തുറന്ന് സംസാരിക്കുന്നില്ല, പലതും ഒളിച്ചു വെച്ച് ജീവിക്കുന്നു. ഇതൊരു ഇന്ന കാലഘട്ടത്തിൻ്റെ ഒരു ദോഷമായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ രാഷ്ട്രീയം പച്ചയ്ക്ക് നമ്മൾ സംസാരിക്കുന്നില്ല. നമ്മുടെ രാഷ്ട്രീയക്കാർ, നമ്മുടെ മുഖ്യമന്ത്രി, പല മുഖ്യമന്ത്രിമാരും നമുക്ക് കണ്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ അങ്ങ് ഇംപ്രസ് ചെയ്തൊരു മുഖ്യമന്ത്രി ആരാണ്? എനിക്ക് ധാർഷ്ട്യക്കാരനാണ് എന്ന് ആളുകൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആർദ്രതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരിക്കൽ ഗാന്ധി ഭവനിൽ വന്നപ്പം, ആദ്യം 4 തവണ വന്നിട്ടുണ്ട്. ഒരിക്കൽ ആദ്യം വന്നപ്പം അത് 5 മിനിറ്റിനുള്ളിൽ പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആൾക്കാരെ കണ്ട് അദ്ദേഹം 1.5 മണിക്കൂർ എടുത്ത്.
അദ്ദേഹം അതിനുശേഷം അവിടെ ഞങ്ങളുടെ ചെറിയ മീറ്റിംഗ് സംഘടിപ്പിച്ചപ്പോൾ സംസാരിച്ചത് ആർദ്രതയെക്കുറിച്ചാണ്. പിന്നീട് പലപ്പോഴും അദ്ദേഹത്തിനെ കാണാനും അവസരമില്ല. ആർദ്രത അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. ഒരു ഓണക്കാലത്ത് അദ്ദേഹം 1,00,000 രൂപ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം വാങ്ങാൻ കൊടുത്തേച്ചു. അപ്പം അഡമൻ്റായിട്ട് അദ്ദേഹം നിൽക്കുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആർദ്രതയുണ്ട്. ഇപ്പം അദ്ദേഹത്തെ ഒരു ആരോപണങ്ങൾ വന്നാൽ പോലും വീഴാത്തത് അദ്ദേഹത്തിനൊരു സത്യമുണ്ട്. പിന്നെ ഉമ്മൻചാണ്ടി സാറ് ഗാന്ധി ഭവന് 20 വർഷത്തിനുണ്ടായി 20 തവണ വന്നിട്ടുണ്ട്. അപ്പം ഗാന്ധി ഭവനൊരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. എവിടെ പറയുമ്പോഴും അദ്ദേഹം ഗാന്ധി ഭവൻ നൽകുന്ന കരുതലിനെ പറ്റി അദ്ദേഹം സംസാരിക്കും. എനിക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണം എന്നെ വേദനിപ്പിച്ചൊരു അനുഭവമുണ്ട്. അതെൻ്റെ മനസ്സിൽ വല്ലാത്ത ഇപ്പോഴും ഉണ്ടാകുന്ന നമ്പരം. അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് ചികിത്സയ്ക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം എന്നെ വിളിക്കുന്നു. എന്നോട് പറഞ്ഞു, സോമരാജ, ഞാനിപ്പോൾ കത്ത് കൊടുത്തു വിടുന്നില്ല, അവിടെ ഒരു അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞൊരു കക്ഷി എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്, ഞാൻ ബാംഗ്ലൂരിലേക്ക് ഇപ്പം കാറിലിരിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് സഹായിക്കണേ. അദ്ദേഹം ഒരുപാട് കത്ത് കൊടുത്തേക്കും, എന്നെ വിളിക്കുകയും ചെയ്യും, സഹായിക്കണേ ഇങ്ങനെ പറയുന്നത് വളരെ ഇതായിട്ട്, ഇത് സഹായിക്കണേ. ഞാൻ വിടാൻ പറഞ്ഞു, അദ്ദേഹത്തെ എടുക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ്, ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ട് വരുമ്പോൾ നമുക്ക് കാണാം. പിന്നെ അദ്ദേഹത്തെ ജീവനോട് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശബ്ദമൊക്കെ ഇടറി. അതെ. ആ സമയത്തും അദ്ദേഹം ഓടിച്ചെന്ന ആളിനെ വണ്ടി നിർത്തിച്ചിട്ട് സഹായിക്കാൻ, അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ കൊടുക്കാൻ പറയുന്ന ആ ഒരു മാനസികാവസ്ഥ, അതൊരു വല്ലാത്ത അനുഭവമാണ്. പിന്നെ കെ കരുണാകരൻ, അദ്ദേഹത്തിനെയും എനിക്ക് അടുത്ത് ഇടപഴകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. കെ ബാലകൃഷ്ണൻ ഒരു മന്ത്രി പണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് വളരെ സൗഹൃദമായിരുന്നു, വളരെ നല്ല. അദ്ദേഹത്തോടൊപ്പം പലപ്പോഴും കെ കരുണാകരൻ്റെ അവിടെ പോവുകയും അദ്ദേഹത്തിന് ആളുകളോടുള്ള ആ സാമീപ്യം കാണുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പൊതുവേ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ സമൂഹത്തിൽ നന്മയുള്ളത് കൂടുതലും രാഷ്ട്രീയത്തിലാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ അതാണ്. നമ്മൾ പലപ്പോഴും പറയും രാഷ്ട്രീയക്കാർ വിവരമില്ല, കൊള്ളത്തില്ല, പന്നന്മാരാ എന്ന് പറയും. അത് സത്യമല്ല. വളരെ കുറച്ച് പന്ന ആളുകളുണ്ട്, വളരെ കുറച്ച്. ഇപ്പം മണിയാശാൻ ആളുകൾ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വളരെ പച്ചയായ മനുഷ്യൻ, വിദ്യാഭ്യാസം കുറവ്, അതന്ന് അങ്ങനെ തുറന്നു പറയും. ഞാൻ അദ്ദേഹം ഗാന്ധിവിന് പലപ്പോഴും വരും. രാവിലെ വന്നാൽ വൈകുന്നവരൊക്കെ അവിടെ ഇരിക്കും കാര്യമൊക്കെ പറഞ്ഞ്. അപ്പം ഒരിക്കൽ ഞാൻ ചോദിച്ച്, അങ്ങേക്ക് എങ്ങനെ ഇതൊക്കെ ഈ ഭരണകാര്യങ്ങളൊക്കെ എങ്ങനെ നിർവഹിക്കും, അങ്ങ് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലല്ലോ. എനിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ ഞാൻ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ എല്ലാ ജോലികളും ചെയ്ത് പഠിച്ച് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു. പക്ഷേ ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിക്കും, ഇലക്ട്രിസിറ്റിയിൽ ഓരോരുത്തരെയും വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയും. എൻ്റെ സെക്രട്ടറി കൊണ്ട് അത് കുറിപ്പിച്ച് വയ്ക്കും. എന്നിട്ട് ഇവരെ കൂട്ടായിട്ട് വിളിക്കും. എന്നിട്ട് ഇവരുടെ അഭിപ്രായം അനുസരിച്ച് ഇവർക്ക് നിർദ്ദേശം കൊടുക്കും. എനിക്കിഷ്ടമില്ലാത്ത കാര്യം ഞാൻ തുറന്നൊക്കെ പറയും, പക്ഷേ ഞാൻ സത്യസന്ധമായിട്ടേ പെരുമാറും. അത് ഒരു വല്ലാത്തൊരു, എനിക്ക് അദ്ദേഹത്തോട് വലിയ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പിന്നെ മിക്ക രാഷ്ട്രീയ, ഇപ്പം കുമ്മനം എത്ര സിമ്പിളായിട്ടുള്ള മനുഷ്യനാണ്. ഇപ്പോൾ സുരേഷ് ഗോപി ഗാന്ധി ഭവനിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം കണ്ടാൽ നമുക്ക് തോന്നും അഭിനയമാണെന്ന് തോന്നുന്നു. എത്ര ലെജിബിളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ്. അപ്പോൾ എങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പന്നിയൻ, അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും കടകംപള്ളി സുരേന്ദ്രൻ സാറ്, അവരൊക്കെ നമുക്ക് വലിയ അടുപ്പമുണ്ടാവും. ഇവരെല്ലാം തന്നെ നന്മയുള്ളവരാണ്. മറിച്ച് നമ്മൾ സിനിമാ മേഖല നോക്ക്, പരസ്പരം ചേർച്ചയുണ്ടോ? ഇല്ല. അമ്മയുടെ സ്ഥാപക സെക്രട്ടറി ആദ്യത്തെ 10 വർഷം ആ സംഘടനയെ നയിച്ചത് TP മാധവൻ ചേട്ടനെ ഇത്തവണ പിന്നെ അദ്ദേഹത്തിന് ഒരു കാണാൻ പോലുമുള്ള ഒരു ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പം അവിടെ എന്തോ സ്നേഹമുള്ളത്. സാഹിത്യകാരന്മാർ, ഒരു 4 സാഹിത്യകാരന്മാരെ ഒന്നിച്ചൊരു വേദി നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. ഈഗോയുടെ അങ്ങേയറ്റമാണ്. അപ്പം അത് സാംസ്കാരിക പ്രവർത്തകരോ അവരും അത് തന്നെ. അതേസമയം രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ തെറ്റായി കാണുന്നു, തെറ്റായി പറയുന്നു.
ഒരുപക്ഷെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും. വ്യാഖ്യാനിക്കപ്പെടുന്നു. കുറച്ച് പേരെങ്കിലും അഴിമതിക്കാരുണ്ട്. അവരങ്ങനെ അതിൽ സമൂഹത്തിൻ്റെ എല്ലാം ഉണ്ടല്ലോ. നമ്മളിവിടുത്തെ തന്നെ നോക്കൂ, CR മഹേഷ്. അതെ, എത്ര പെർഫെക്റ്റായ ഒരു ചെറുപ്പക്കാരനാണ്. ഇപ്പം രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തെ ആളുകൾ സ്നേഹിക്കുന്നു, അദ്ദേഹം സ്നേഹിക്കുന്നു. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന R രാമേന്ദ്രൻ സാർ, അതെ, ഇവരെല്ലാം നല്ല ആളുകളാണ്. അപ്പം നമ്മൾ കാണാത്തതും നമ്മൾ കുറ്റം പറയുന്ന രാഷ്ട്രീയക്കാരെയാണ്. അതെ, ശരിയാണ്. പിന്നെ രാഷ്ട്രീയക്കാർ വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ, കേരളത്തെ സംബന്ധിച്ച് ഈ ഭരിക്കുന്ന ആളുകൾ ഏത് നല്ല കാര്യം ചെയ്താലും അത് ഇടതായാലും വല്ലതായാലും അത് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും പ്രതിപക്ഷം. അതെ, അത് അനുവദിക്കാതിരിക്കും. അതെ, അത് ആ ഒരു കുഴപ്പം നമുക്ക് അത് കാലങ്ങളായിട്ട് നമ്മുടെ കേരള സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതാണ്. അല്ലാതെ നോക്കിയാൽ പൊതുവെ എല്ലാവരും നല്ലവരാണ്, എല്ലാവരും നല്ല വർക്ക് ചെയ്യുന്നവരാണ്, ജനങ്ങളെ സ്നേഹിക്കുന്നവരാണ്, ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുന്നവരാണ്. ഇപ്പം KB ഗണേഷ് കുമാർ ഞങ്ങളുടെ പത്തനാപുരത്തിൻ്റെ MLA മന്ത്രിയാണ്, ഗാന്ധിഭവൻ്റെ അംബാസഡർ വന്ന് അദ്ദേഹം ഉള്ളതുപോലെ അങ്ങ് പറയും, അത് വെട്ടി തുറന്ന് പറയും, ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യും, പറ്റാവുന്ന ആളെ സഹായിക്കും. അപ്പം കൊള്ളത്തിൽ നമുക്ക് പറയാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് രാഷ്ട്രീയക്കാർ നല്ല ആളുകളാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. പുറത്ത് ഒരുപാട് അഴിമതിയും ആരോപണമൊക്കെ വരാറുണ്ട്. അപ്പം ഇവിടെയും വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് രാഷ്ട്രീയക്കാരാണ് നല്ലത് രാഷ്ട്രീയക്കാർ. ഈ കേരളത്തിന് പുറത്തേക്ക് ഇനി നമ്മുടെ ഗാന്ധി ഭവനെ വികസിപ്പിക്കാൻ അങ്ങേക്ക് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? എനിക്ക് ഫിലായിൽ ഒരു 25 ഏക്കർ സ്ഥലം ഞാൻ അവിടെ ഒരിക്കൽ പോയപ്പം എനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. അതെനിക്ക് സൗകര്യം കിട്ടാത്തതുകൊണ്ട് ആ വാഗ്ദാനം ഇപ്പോഴും ഉണ്ട്. ചെയ്യാൻ പറ്റും. തമിഴ്നാട്ടിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ഡൽഹിയിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വരട്ടെ. ഗാന്ധിഭവൻ 20 വർഷമല്ലായുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ഔട്ട്സൈഡിലൊക്കെ വന്നാൽ അന്നത്തെ കാലം അനുസരിച്ച് ചെയ്യുക. എന്തായാലും ശരി. പിന്നെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരിക്കണം ഇത്. ഇതൊരു ജനകീയ പ്രസ്ഥാനമായിരിക്കും. എൻ്റെ ഫാമിലിയൊക്കെ അതിലുണ്ട്, പക്ഷേ എൻ്റെ കുടുംബത്തിൻ്റെ അല്ല ഈ പ്രസ്ഥാനം. ഇത് ഒരു സമൂഹത്തിൻ്റെ പ്രസ്ഥാനമായിട്ടാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് ജീവകാരുണ്യ രംഗത്ത് എന്നും മാതൃകയായിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എനിക്കൊരു വലിയ സ്വപ്നം എൻ്റെ മനസ്സിലുണ്ട്. സാധിക്കുമോയെന്നറിയത്തില്ല, എങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെ എൻ്റെ പിന്നെ വരുന്നവർ ചെയ്യട്ടെ. അതൊരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് നമ്മുടെ പാരമ്പര്യ ചികിത്സ മുതൽ അത്യന്താധുനിക അലോപ്പതി ട്രീറ്റ്മെൻറ്റ് വരെയുള്ള എല്ലാ ചികിത്സാ വിഭാഗങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ചികിത്സിക്കുന്നൊരു സെൻറ്റർ. അത് അവിടെ ക്യാഷ് കൗണ്ടർ കാണത്തില്ല, ഇല്ലാത്ത ഒരു മെഡിക്കൽ കോളേജ്. അപ്പോൾ അതിന് ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് ഒരാശയം വയ്ക്കും. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടും 1 രൂപ തന്ന് സഹായിക്കാൻ ഞാനത് പറയും. അപ്പം കുറച്ച് സ്ഥലം ഒക്കെ ഇപ്പം ഗാന്ധിഭവനുണ്ട്. അത് 25 ഏക്കർ സ്ഥലം ഒരിടത്തായി കഴിയുമ്പോൾ ഇത് പറയും, ലോകത്തെ എല്ലാവരോടും പറയും 1 രൂപ തന്ന് സഹായിക്കാം. ഇതിനോടകം തന്നെ എനിക്ക് സ്നേഹവും അടുപ്പമുള്ള ആയുർവേദവും അലോപ്പതിയും ഹോമിയോപ്പതിയും സിദ്ധയും പാരമ്പര്യവും ചികിത്സയും ഒക്കെ ചെയ്യുന്ന വിവിധ ഡോക്ടർമാർ 1000 പേരോടെങ്കിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. 1 വർഷത്തിലൊരിക്കൽ വന്ന് നിങ്ങൾ സൗജന്യ സേവനം ചെയ്യണം. ഇന്നലെ ഞാൻ ഒരു വീട്ടിൽ പോയപ്പോൾ 2 പെൺകുട്ടികൾ, ഒരാൾ MBBS കഴിഞ്ഞ് MS പഠിക്കുന്നു, മറ്റേ കുട്ടി MBBS പഠിക്കുന്നു. ആ കുട്ടികളോടും ഞാൻ പറഞ്ഞു, ആ കുട്ടികളോട് പറഞ്ഞപ്പം 1 വർഷത്തിൽ 1 ദിവസം വന്ന് സൗജന്യ സേവനം ചെയ്യണം, സ്വന്തം ചിലവിൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 1 മാസത്തിലൊരിക്കൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ 1000 പേരെങ്കിലും ആ ഒരു വാഗ്ദാനം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ളൊരു ചികിത്സാ കേന്ദ്രം പാവപ്പെട്ട ആരും ചികിത്സ കിട്ടാതെ മരിക്കരുത്. എല്ലാ ചികിത്സയും അവിടെ ഉണ്ടാവണം. ഗവേഷണവും ചികിത്സയും ഗവേഷണവും. അങ്ങനെ ഒരു സ്വപ്നം, അങ്ങയുടെ ആ ഒരു സ്വപ്നം പൂവണിയാൻ ഞാൻ ആശംസിക്കുന്നത് മാത്രമല്ല, ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും. അതെ, അങ്ങനെ വന്നാൽ പാവപ്പെട്ടവർക്കൊക്കെ ഒരുപാട് ഗുണമാകണമെന്ന് ആഗ്രഹിക്കുക. സ്വപ്നം കാണാമല്ലോ നമുക്ക്. അതെ, ആ സ്വപ്നം തീർച്ചയായിട്ടും അത് സാക്ഷാത്കരിക്കപ്പെടണം. ഞാനൊരു കേരളത്തിലൊരു വ്യക്തി എന്നുള്ള നിലയിൽ നിന്നിട്ട് ഞാൻ പറയുകയാണ്. അത്
ഒരുപാട് ആൾക്കാരെ ഈ പറയുന്ന പോലെ ഒരുപാട് പേർ ചികിത്സയില്ലാതെ വിദഗ്ധ ചികിത്സ കിട്ടാതെ പിന്നെ ഒരുപാട് പേർക്ക് ചികിത്സ താങ്ങാൻ പറ്റുന്നില്ല. പലപ്പോഴും അവരെ ഈ സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുക്കാൻ മാത്രമേ പലർക്കും കഴിയുന്നുള്ളൂ. ഇപ്പൊ ഒരു ക്യാൻസർ വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ പോലും അവർക്ക് മരുന്ന് വാങ്ങാനുള്ള പിന്നെ ഈ നമ്മുടെ ചികിത്സാ പദ്ധതികൾ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഇല്ല. അലോപ്പതിക്കാർ പറയും പിന്നെ ഇനി വേറെ ചികിത്സയില്ലെന്ന് പറയും. അതെ അതെ. ആയുർവേദക്കാരൻ പറയും അലോപ്പതിക്കാർ ചെയ്യേണ്ടതും ആയുർവേദക്കാരൻ ഏറ്റെടുക്കും. അതെ. ഹോമിയോ ഇതെല്ലാം പരസ്പരം കലഹിക്കുന്ന ഒരു തരത്തിൽ നിൽക്കുന്നതാണ്. ചിലതിന് മറ്റതിലുണ്ട്. അത് നമ്മൾ അങ്ങനെ മനുഷ്യനെ ബോധ്യപ്പെടുത്തി എടുത്ത് ഒരു സംരംഭം ഉണ്ടായാൽ പാവങ്ങൾ വിഷമിക്കത്തില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അങ്ങയുടെ ഒരു ചോദ്യം കൂടി, നമ്മുടെ ഈ ഒരുപാട് ജീവിതം കണ്ട, പക്ഷെ ആർക്കും ഇതുപോലെ ജീവിതങ്ങൾ കാണേണ്ടി വന്നിട്ടില്ല, ഒരുപാട് ജീവിതങ്ങൾ കണ്ട അങ്ങേക്ക് നമ്മുടെ ഈ വരുന്ന തലമുറയ്ക്ക്, ഞാൻ അടക്കമുള്ള തലമുറയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സന്ദേശം എന്താണ്? എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, മാതാ പിതാ ഗുരു ദൈവം. മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും നമ്മുടെ കാണപ്പെട്ട ദൈവം അതാ. നമുക്കപ്പുറം ഒരു ദൈവമുണ്ട്, നമ്മുടെ സങ്കല്പത്തിലെ ദൈവം നമ്മളാരും കണ്ടിട്ടില്ല. അതെ. സ്വർഗമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ സ്വർഗവും നമ്മുടെ നന്മയും നമ്മുടെ ദൈവവും മാതാവും പിതാവും നമ്മളെ വഴിതിരിക്കുന്ന ഗുരുവുമാണ്. അത് പുതിയ തലമുറയുണ്ടായാൽ അവർ ജീവിതത്തിൽ ഐശ്വര്യമുള്ളവരായിട്ട് മാറും. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് സ്വന്തം മാതാപിതാക്കളെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. തീർച്ചയായിട്ടും സർ, അങ്ങയോട് ഇത്രയും നേരം സംസാരിച്ചപ്പോൾ ഞാൻ ശരിക്കും പല ജീവിതങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. വലിയൊരു അനുഭവമാണ്. പക്ഷേ അങ്ങയോടൊപ്പമുള്ള ഈ ഒരു ചെറിയ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ചില സമയങ്ങളിൽ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന ഉണ്ടായി. ഞാനത് സാറിനോട് തുറന്ന് പറയുകയും ചെയ്തിരുന്നു. ഇപ്പം എന്തായിരുന്നല്ലോ ഇത്രയും എനിക്കും ഈ യോഗദാന ന്യൂസിൽ വരുവാൻ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് വിനോദ് സാറ്. ആദ്യകാലങ്ങളിലൊക്കെ വീണ്ടും ഇവിടെ അസോസിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് വലിയ സന്തോഷമുണ്ട്. ഇതും നല്ലൊരു കാര്യമാണ്, നല്ലൊരു സംരംഭമാണ് ഈ ചാനലിലൂടെ നിങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങളും ഈ മീഡിയ രംഗത്ത് നന്മകളെ പ്രകാശിപ്പിക്കുന്ന പ്രകാശഗോപുരങ്ങളായിട്ട് മാറണം. മീഡിയ തിന്മകളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ നന്മകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മീഡിയ സംസ്കാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് നിങ്ങൾക്കെല്ലാം കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. എൻ്റെ സ്വന്തം അനിയനായിട്ട് കാണുന്ന ആളാണ് ഹരി വലിയ മിടുക്കനാണ്. ഞങ്ങളെല്ലാം ചേർന്ന് നിൽക്കുമ്പോൾ ഇതൊരു വലിയ സംരംഭമാവും. എന്തായാലും ശരി, ഇങ്ങനൊരു സമയം എനിക്ക് നൽകിയതിൽ എന്നെ ക്ഷണിച്ചത് എനിക്ക് നന്ദിയും കടപ്പാടും, ഗാന്ധി ഫണ്ടിൻ്റെ നന്ദിയും കടപ്പാടും ക്ഷണിക്കുന്നു. ഈ ടീമിനെ മുഴുവൻ ഒരു ദിവസം ഗാന്ധി ഫണ്ടിലേക്ക് ക്ഷണിക്കും. തീർച്ചയായിട്ടും വളരെ